ക്ലാസ്സിന്റെ ബാക്കി ഭാഗത്തോട്ടാണ് നമ്മൾ ഇന്ന് തുടർമാനമായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഒരു ഐ ബിക്കം എ സെർവന്റ് ഓഫ് ദിസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ഒരു ദാസനായിട്ട് ആ മനുഷ്യൻ പൗലോസ് മാറിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷമായിട്ട് താൻ ആരായിരുന്നു എന്നൊരു കാര്യം പൗലോസ് ഓർക്കുന്നതാണ് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത്. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ആ സുവിശേഷം നിമിത്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഏറ്റവും ചെറിയവനായ ഒരുത്തനായി മാറി. പക്ഷേ അദ്ദേഹം ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, താൻ ഒരിക്കൽ ഒരു പെർസിക്യൂട്ടർ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്, അതുകൊണ്ട് ഞാൻ അധികം ഡീപ്പായിട്ട് പോകുന്നില്ല, അടുത്തൊരു തലത്തിലോട്ട് പോകുന്നു. അദ്ദേഹം ഒരു പെർസിക്യൂട്ടറാണ്, അല്ലെങ്കിൽ സഭയെ ഉപദ്രവിച്ചവനാണ് എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സഭയെ തകർത്തവനാണ് എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് എതിരെ നിന്നവനാണ് എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം അകത്ത് കർത്താവിൻ്റെ ആ ഒരു കൃപ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ തള്ളപ്പെട്ടവനായ ആ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് രാത്രികാലം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളും ഇതുപോലെ തള്ളപ്പെട്ടവരായിരുന്നു. ഈ രാത്രികാലം നമ്മളെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ അതിനുശേഷമായി 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഏറ്റവും ചെറിയവനായ എന്നൊരു കാര്യം. അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ആ ഒരു ഭാഗത്താണ് പറഞ്ഞ് നമ്മൾ അവസാനിച്ചത്. അത് രണ്ട് രീതിയിൽ നമ്മൾ കമ്പാരിസൺ സ്റ്റഡി പോലെ നടത്തി. എന്ന് പറഞ്ഞാൽ 1 തിമോത്തിയോസ് അതിൻ്റെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യവും എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത്. അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുകയാണ്, എന്നാൽ പാപികളിൽ ഞാൻ ഒന്നാമത്തവൻ എന്ന് പറയുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ നമ്മൾ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരു മനുഷ്യനെ മാറ്റുവാൻ കഴിയും. അതിനുശേഷമായിട്ട് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്താണ് എന്നതിനെ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ബാക്കി ഭാഗത്തോട്ടാണ് പോകുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ അതിൻ്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ ഒരു കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഇനി 12-ാമത്തെ വാക്യത്തിലൂടെയാണ് ഈ ഒരു കാര്യങ്ങളെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. 12-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഒന്ന് പ്രിയമുള്ളവർക്ക് പറയുവാൻ സാധിക്കുമോ? ആ കർത്താവിലുള്ള വിശ്വാസം നിമിത്തമായിട്ട് എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്കൊരു പ്രവേശനമുണ്ട്. എവിടേക്കാ പ്രവേശനം? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോകുകയാണ്. 9 തൊട്ടുള്ള വാക്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു മിസ്റ്ററി, മറഞ്ഞു കിടന്നിരുന്ന ഒരു കാര്യത്തെ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ 3-ാം അധ്യായത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു മിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷമായിട്ട് നമുക്ക് കാണുന്നൊരു കാര്യം ഇങ്ങനെ 10-ാമത്തെ വാക്യം: അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മൂടപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ എന്ത് കിട്ടിയിരിക്കുന്നു? തുറന്ന് കിട്ടിയിരിക്കുന്നു. ആ ഒരു ഭാഗത്തിന്റെ കണക്ഷൻ പോയിന്റ് ആയിട്ടാണ് നമ്മൾ 12-ാമത്തെ വാക്യത്തിലൂടെ ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാ പറയുന്നത്. ആ വാക്യത്തിൽ അവനിൽ ആശ്രയിച്ചിട്ട്. അപ്പോൾ ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നിന്ന് ഈ 12-ാമത്തെ വാക്യത്തിൽ നിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിന്ന് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവനിൽ ആശ്രയിച്ചിട്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: ഇൻ ഹിം അവർ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇൻ ഹിം ക്രിസ്തു മുഖാന്തരമായിട്ട് നമുക്കൊരു ആക്സസ് കിട്ടി. ഈ 12-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് മുഖാന്തരം നമുക്കൊരു ആക്സസ് വന്നു. എത്ര പേർക്ക് ബോധ്യമുണ്ട് എൻ്റെ യേശു കർത്താവ് മുഖാന്തരം എനിക്കൊരു ആക്സസ് കിട്ടിയെന്ന്? ഒരു കാലഘട്ടം വരെ നമ്മൾ ആയിരുന്ന പല മേഖലകളുടെ അകത്ത് നമുക്ക് ദൈവമായിട്ട് വലിയ ആക്സസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പുറമേ കിടക്കുന്നവരായിരുന്നു, ഔട്ട്സൈഡേഴ്സ് ആയിരുന്നു, സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറ്റിയത് കൊണ്ട് നമുക്കൊരു ആക്സസ് കിട്ടി. അതാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: അവനിൽ ആശ്രയിച്ചിട്ട്. അവനിൽ ആശ്രയിക്കുവാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ.
അമിത്സരം ഇന്ന് രാത്രിക്കാലം ഞാനൊരു കാര്യം അവിടെ തുറന്നു പറയട്ടെ, നമുക്ക് സങ്കടപ്പെടുവാൻ 1000 കാരണങ്ങൾ ഉണ്ടാകും, പക്ഷേ സന്തോഷിക്കുവാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു, നമ്മുടെ കർത്താവിനെ ഇന്നും നമുക്ക് ആക്സസ് ചെയ്യുവാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും പറയുന്നില്ല അത് നമ്മളുടെ സൽപ്രവൃത്തികൾ കാരണമാണെന്നോ നമ്മുടെ പ്രവൃത്തികൾ കാരണമാണെന്നോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കാരണമാണെന്നോ ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല. പക്ഷെ പറയുന്നൊരു കാര്യമുണ്ട്, ക്രിസ്തു നിമിത്തമായിട്ട്. ആമേൻ. അതാ 12ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തു നിമിത്തമായിട്ട് ചിലത് നമുക്ക് ആക്സസ് ചെയ്യുവാൻ സാധിച്ചു. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആമേൻ ചെയ്യുന്നു, അതൊരു കമ്പിവാചകം പോലെയാണ് ഞാൻ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇൻ ഹിം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിമിത്തമായിട്ട് നമുക്കൊരു ആക്സസ് കിട്ടി. ആമേൻ പറഞ്ഞ ആക്സസ് കിട്ടിയിരിക്കുന്ന സമയത്ത് ആമേൻ പറഞ്ഞ നമ്മുടെ മുഖമൊക്കെ കാണുന്ന സമയത്ത് ആമേൻ പറഞ്ഞ ആക്സസ് കിട്ടിയ പോലെയാണോ ഇരിക്കുന്നത്? നമ്മൾ ആ ആക്സസിലാണോ ഇന്ന് ഇരിക്കുന്നത്? ആമേൻ പറഞ്ഞ ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആമേൻ സർ, ക്രിസ്തു നിമിത്തമായിട്ട് എനിക്കൊരു ആക്സസ് കിട്ടിയെന്ന് നമ്മൾ പറയണം. ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആമേൻ സർ അതിൻ്റെ 2ാമത്തെ പോയിന്റ് ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ. അവിടെ പറയാം ത്രൂ ഫെയ്ത്ത് ഇൻ ഹിം എന്ന് പറഞ്ഞാൽ വിശ്വാസം നിമിത്തമായിട്ട്. ഒന്നാമത്തെ പോയിന്റ്, നമുക്ക് ക്രിസ്തു നിമിത്തമായിട്ട് ഒരു ആക്സസ് ലഭിച്ചു. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നിമിത്തമല്ല, നമ്മുടെ കഴിവ് നിമിത്തമല്ല, നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങൾ നിമിത്തമല്ല, പക്ഷേ കർത്താവിൻ്റെ കൃപയാലാണ്. സ്പീഡ് കൂടുതൽ ആകുന്നുണ്ടോ? പ്രിയമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. സ്പീഡ് കൂടുവാണെങ്കിൽ നിങ്ങൾ പറയണം. അടുത്ത 2ാമത്തെ പോയിന്റ് 12ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ ആക്സസ് കിട്ടിയത് എങ്ങനെയാണ്? അത് വിശ്വാസം നിമിത്തമാണ്, അവങ്കലുള്ള വിശ്വാസം നിമിത്തമായിട്ട്. അവിടെ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദ കീ ഈസ് നോട്ട് പെർഫെക്ഷൻ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പക്ഷേ ആ വിശ്വാസം മൂലം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. വിശ്വാസം മൂലം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ഇന്ന് പല വിശ്വാസികളും ആയിരിക്കുന്നത്, അവരായിരിക്കുന്ന 3 സാഹചര്യം ഞാൻ ഇവിടെ തുറന്ന് പറയട്ടെ. ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മുടേതായ ചില അപകർഷതാ ബോധമുണ്ട്. നമ്മുടേതായ അപകർഷതാ ബോധത്തെ ഒക്കെ ഇന്ന് രാത്രിക്കാലം നമ്മൾ മാറ്റിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട്. അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്, ഞാൻ വീണ് പോയി. അമേൻ പറഞ്ഞു, ഞാൻ വീണ് പോയി എന്നൊരു ചിന്ത ഇന്ന് രാത്രികാലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അമേൻ പറഞ്ഞു, അതുകൊണ്ട് കർത്താവിനെ കേൾക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവരോട് ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ. അമേൻ പറഞ്ഞു, നമ്മൾ വീണ് പോയാലും അമേൻ പറഞ്ഞു നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അരുമനാഥൻ ഇന്ന് രാത്രികാലവും നമ്മുടെ കൂടെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുറ്റബോധവും പേറിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ആ കുറ്റബോധങ്ങളെ ഇന്ന് രാത്രികാലം നമ്മൾ മാറ്റി വെക്കണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിമിത്തമായിട്ട് നമുക്ക് അവങ്കിലേക്ക് ഒരു ആക്സസ് കിട്ടിയിരിക്കും. ഏതെങ്കിലും ഒരു കുറ്റബോധം, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല, കർത്താവേ എനിക്ക് ആരാധിക്കുവാൻ കഴിഞ്ഞില്ല, കാര്യം ശരിയാ പ്രിയമുള്ളവരെ, പക്ഷെ ഇന്ന് രാത്രികാലം ആ കുറ്റബോധമാകരുത് നമ്മളെ ഭരിക്കേണ്ടത്. അടുത്തൊരു കാര്യം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എങ്ങനെയാ, ഞാൻ ഇത്രയൊക്കെ ആയാൽ മതി, ഞാൻ ഇത്രയൊക്കെ ആയാൽ മതി എന്നാണ് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുക. എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇത്രയും ആരാധിക്കുന്നത്, അല്ലേ? പക്ഷേ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും പോരാ കേട്ടോ. ആമേൻ. ഭക്തനായ മോശ നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് സകല കാര്യങ്ങളും ഉണ്ടായിട്ടും ആ മനുഷ്യൻ പറയുക, കർത്താവ് ഇത് പോരാ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. ഇന്ന് രാത്രിക്കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവ് ഇത് പോരാ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇതുപോലെ പോരാ, ഞങ്ങളുടെ ആത്മീക ജീവിതം ഇതുപോലെ പോരാ, ഞങ്ങൾക്ക് ആമേൻ പറഞ്ഞ ക്രിസ്തു നിമിത്തമായിട്ട് കർത്താവെ അധികമായിട്ട്. അവിടെ കൊലോസ്യ ലേഖനത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ എന്ത് ചെയ്യണം? വളരണം. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ തലയിലാണോ? ചിലർ ക്രിസ്തുവിൻ്റെ തലയിൽ കയറിയിരിക്കും. നമ്മൾ ക്രിസ്തുവിൻ്റെ തലയിൽ കയറി ഇരിക്കല്ല കേട്ടോ. ആമേൻ. ക്രിസ്തു പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മളെന്തോ വലിയ സംഭവമാണ്. അല്ല കേട്ടോ, കർത്താവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. അപ്പോൾ ആമേൻ സുരഞ്ജന ആത്മീക മേഖലകളിലകത്ത് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആമേൻ സുരഞ്ജന ആ ഒരു കാര്യത്തെ ഞാൻ അധികം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആമേൻ സുരഞ്ജന ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവനിൽ ആശ്രയിച്ച അവങ്കലുള്ള വിശ്വാസത്താൽ. അപ്പോൾ ആ വാക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാട്ടോ, അവങ്കലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്തുവാ? വേറൊരു മനുഷ്യനിലും അത് കാണാൻ പറ്റത്തില്ല, വേറൊരു വ്യക്തികളിലും അത് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ക്രിസ്തുവിൽ മാത്രമാണ് ആ വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് രാത്രിക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അടുത്ത ഭാഗങ്ങളിലൂടെ ഞാൻ കടക്കാൻ പോകും. ഒന്നാമത്തെ കാര്യം, നമുക്ക് അവങ്കൽ ഒരു ആക്സസ് കിട്ടി, ക്രിസ്തുവിൽ ഒരു ആക്സസ് കിട്ടി. 2ാമത്തെ കാര്യം, അത് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തമായിട്ടാണ് ആ ഒരു കാര്യം ലഭിച്ചത്. അതിനുശേഷമായിട്ട് 3ാമത്തെ കാര്യം, ആ 3ാമത്തെ കാര്യത്തിലോട്ട് ഞാനൊന്ന് ആമേൻ സുരഞ്ജന കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക.
മൂന്നാമത്തെ കാര്യത്തിൽ കാണാൻ പറ്റുന്ന കാര്യം ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ, അപ്രോച്ച് ഗോഡ് ദ ഹയസ്റ്റ് പ്രിവിലേജ്. നമുക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആണ് നമ്മുടെ ദൈവവുമായിട്ട് നമുക്കൊരു അപ്രോച്ച്, അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ അതാ പറയുന്നത്, നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. നമുക്ക് ഇന്ന് പറയാൻ പറ്റുമോ, ക്രിസ്തുവിനെ അറിയാൻ പറ്റിയതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രിവിലേജ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ അറിയാൻ പറ്റിയതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. അവങ്കിലേക്ക് നമുക്കൊരു പ്രവേശനം ലഭിച്ചു കേട്ടോ. ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രവേശനം ഇല്ലാതിരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറമ്പോക്കായി കിടന്നവരായിരുന്നു. പക്ഷേ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്, ആ ക്രിസ്തു നിമിത്തമായിട്ട് നമുക്കൊരു പ്രവേശനം ലഭിച്ചു. ആ പ്രവേശനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യം എങ്ങനെയാ, എന്നാണെന്നറിയാമോ, പഴയ നിയമത്തിന്റെ ചരിത്രം അനുസരിച്ചിട്ട് ചെയ്യുന്നു, ആരെങ്കിലും ഒരു വ്യക്തി ദൈവസന്നിധിയിലോട്ട് കടന്നു ചെന്നാൽ അവർക്ക് ഒത്തിരി ഭയത്തോടെയായിരുന്നു കേട്ടോ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാത്രികാലം ഭയത്തോട് കൂടിയിട്ടല്ല, അപ്പനോട് കൂടിയിട്ടാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആ വലിയ ഭയത്തിന്റെ അകത്തും മൂന്നാമത്തെ കാര്യം നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ, ഞാൻ അത് അധികം ആ ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹയസ്റ്റ് പ്രിവിലേജ് കിട്ടി. മറ്റെന്തിനേക്കാളും ദൈവത്തിലോട്ട് നമുക്കൊരു ഹയസ്റ്റ് പ്രിവിലേജ് കിട്ടി. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രവൃത്തി. ആ 12ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനിലേക്ക് ഒരു പ്രവേശനമുണ്ട്. ഇന്ന് രാത്രികാലം പറയാൻ പറ്റൂ, എൻ്റെ കർത്താവേ, എൻ്റെ വിഷയങ്ങളിലോട്ട് നോക്കുന്ന സമയത്ത് പ്രവേശനമില്ല, എൻ്റെ ലൈഫ് നോക്കുമ്പോൾ പ്രവേശനമില്ല, എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ പ്രവേശനമില്ല. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ തിരിച്ചറിയുകയാണ്, ക്രിസ്തു നിമിത്തം എനിക്കൊരു പ്രവേശനമുണ്ട്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ദൈവത്തിലേക്ക് നമുക്കൊരു പ്രിവിലേജ്, ഓരോ പ്രവേശനമുള്ളതാണ് നമ്മുടെ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. അടുത്തൊരു വാക്കും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. അടുത്ത വാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഫ്രീഡം ഉണ്ട്. ദൈവത്തിലോട് കടന്നില്ല, നമുക്ക് ഇന്നൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ യാതൊരു തരത്തിലുള്ള കുറ്റബോധമായിട്ടല്ല ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകേണ്ടത്. ക്രിസ്തുവിലോട്ട് നമുക്ക് ആ പ്രവേശനം ഒരു ബാരിയറല്ല, ഒരു അതിർവരമ്പുകളല്ല. അപ്പനും മകനും എന്ന സ്നേഹം പോലെ ആ കർത്താവ് ഇന്ന് രാത്രികാലം നമ്മളെയും അതുപോലെ ചേർത്ത് പിടിച്ച് പറയുക, നമുക്കൊരു ഫ്രീഡം ഉണ്ട്. ഈ നോട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യം സ്തോത്രം ചെയ്യുന്നു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുക. അതിന് ഫ്രീഡം എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രീക്ക് വേർഡ് ഓപ്പൺ എൻട്രിയാ എന്ന് പറഞ്ഞാൽ അവിടെ റെസ്ട്രിക്ഷൻ ഇല്ലെന്ന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും പോകാമെന്ന് അതാ വചനം പറയുന്നത്. ഏത് സമയത്തും ദൈവത്തിന്റെ കൃപാസനത്തിലോട്ട് നമുക്ക് അടുത്ത് പോകുവാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, യാതൊരു തരത്തിലുള്ള മുഖമൂടികൾക്കോ യാതൊരു തരത്തിലെ വലിപ്പ ചെറുപ്പത്തിനോ സ്തോത്രം ചെയ്യുന്നു അവിടെ ഒരു തടസ്സമായിട്ട് മാറത്തില്ല എന്ന് ഈ 12ാമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, 4ാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് നമുക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നൊരു കാര്യമാണ്. ഞാൻ ഒന്നുകൂടെ ആ ഒരു കാര്യങ്ങളെന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചത്, നമുക്കൊരു ആക്സസ് കിട്ടി. ആ 3-ാം അധ്യായം 12ാമത്തെ വാക്യത്തിൽ നിന്ന് 5 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ആക്സസ് കിട്ടി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ ആക്സസ് കിട്ടിയത് വിശ്വാസം നിമിത്തമായിട്ടാണ്. അതിനുശേഷമായിട്ട് 3ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ദൈവത്തെ അറിയാൻ പറ്റിയതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്. 4ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അവിടെ ഒരു ഫ്രീഡം ഉണ്ട്. അവസാനത്തെ കാര്യം പറയുക, നമുക്കൊരു ധൈര്യമുണ്ട്. അത് ആ വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്, ധൈര്യവും പ്രവേശനവുമുണ്ട്. ഇന്ന് സുരഞ്ജന എത്ര വലിയ വിഷയത്തോടെ എൻ്റെ പ്രിയമുള്ളവർ ഭാരപ്പെടുകയാണെങ്കിലും അവരോട് ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. ഈ രാത്രികാലം സുരഞ്ജന യാതൊരു സുരഞ്ജന അവഗണന ചിന്താബോധത്തോടെ അല്ല നമ്മൾ കടന്നു പോകേണ്ടത്. നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. സുരഞ്ജന നമുക്ക് ആ ധൈര്യത്തോടു കൂടിയിട്ട് കടന്നു പോകുന്ന സമയത്ത് ആ ഒരു വാക്യത്തെ സുരഞ്ജന എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്. അത് നമ്മളെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. എബ്രായർ 13:5 അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. അടുത്ത വാക്ക്, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ആ ധൈര്യത്തോടെ പറയാൻ പറ്റും? സ്തോത്രം ചെയ്യുന്ന കർത്താവിങ്കിലോട്ട് എനിക്ക് അടുത്ത് ചെല്ലുന്നതിന് യാതൊരു ഭയവുമില്ല. എൻ്റെ കർത്താവിലോട്ട് ഏത് സമയവും എനിക്ക് അടുത്ത് ചെല്ലാം. ആ വാക്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാം.
എബ്രായ ലേഖനം 13:6 കർത്താവ് എനിക്ക് തുണ. ഒന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? കർത്താവ് എനിക്ക് തുണയാണെന്ന്. ആമേൻ. കർത്താവ് എനിക്ക് നല്ലവനാണെന്ന്, കർത്താവ് എനിക്ക് വിശ്വസ്തനാണെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെ, ഞാൻ പേടിക്കത്തില്ല. ഇന്ന് രാത്രികാലം പറ ആമേൻ. കർത്താവിൻ്റെ തുണയായതുകൊണ്ട് ചില പേടികൾ മാറിപ്പോകുന്ന രാത്രികാലമാണ്. ആമേൻ. കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ചില ഭയങ്ങൾ മാറിപ്പോകുന്ന രാത്രികാലമാണെന്ന്. അത് കഴിഞ്ഞിട്ട് ആ വാക്ക് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? പറയാൻ പറ്റുമോ? എൻ്റെ കർത്താവ് എനിക്ക് തുണയാണെങ്കിൽ മാനുഷികമായ ഒരു ഭയവും എന്നെ അമേൻ പേടിപ്പിക്കത്തില്ല. മാനുഷികമായ ഒരു ചിന്തകളും എന്നെ പേടിപ്പിക്കത്തില്ല. അമേൻ. സോദരൻ, ഇന്ന് രാത്രികാലം കൃത്യമായിട്ട് ദൈവാത്മാവ് ഇടപെടുക. ഒരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും ഏതൊക്കെയോ മാനുഷിക മേഖലകളുടെ അകത്ത് ചില ചോദ്യത്തിൻ്റെ അകത്ത് ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുക. അതിനൊന്നും നമ്മെ തകർക്കാൻ പറ്റത്തില്ല, അതിനൊന്നും നമ്മെ പുറകോട്ട് വലിക്കാൻ പറ്റത്തില്ല. അമേൻ. അതിനുശേഷമായിട്ട് പറയുക, അമേൻ, എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അമേൻ. എന്ന് ഞാൻ ധൈര്യത്തോടെ പറയണം, എന്ന് എലിസബത്ത് ആൻറ്റി ധൈര്യത്തോടെ പറയണം, എന്ന് ജെയിനി ആൻറ്റി ധൈര്യത്തോടെ പറയണം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും പറയണം, എനിക്കൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം മനുഷ്യനിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അമേൻ. സ്തോത്രം. അതാണ് ആ 12-ാമത്തെ വാക്യത്തിൽ പറയും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പ്രിയമുള്ളവരെ. ആ കോൺഫിഡൻസിന്റെ പ്രത്യേകത അമേൻ. സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൻ അമേൻ ചെയ്യുന്നു മക്കളുടെ അടുക്കലോട് കടന്നു വരുന്ന സമയത്ത് ഈ മക്കള് അപ്പനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് എന്തും ചോദിക്കാം, അല്ലേ? അമേൻ. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവിനോട് നമുക്ക് എന്തും ചോദിക്കാം കേട്ടോ. അമേൻ. എത്ര വലിയ പ്രശ്നത്തിന്റെ മതിയാണെങ്കിലും, എത്ര വലിയ ഭാരത്തിന്റെ മതിയാണെങ്കിലും അത് നമുക്കൊരു ഉറപ്പാണ്. അമേൻ. ആ ഉറപ്പ 12-ാമത്തെ വാക്യത്തിൽ അമേൻ നമ്മൾ വായിച്ചത്, അമേൻ, അവനിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ധൈര്യപ്പെടാൻ പറ്റുള്ളൂ. അമേൻ. ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ധൈര്യപ്പെടാൻ പറ്റുള്ളൂ. അമേൻ. എന്തുവാ നമ്മുടെ കോൺഫിഡൻസ്? അത് യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ, അമേൻ, യേശുവിൻ്റെ നാമത്താൽ. അമേൻ. ചില കാര്യങ്ങളോടൊക്കെ നമ്മൾ പറയണം, യേശുവിൻ്റെ രക്തത്താൽ വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ്റെ അമേൻ സകല കാര്യങ്ങളും അമേൻ. അതുപോലെ നമ്മൾ പറയുന്ന സമയത്ത് എത്ര കഠിനമായ പ്രശ്നമാണെങ്കിലും അതിൻ്റെ അകത്ത് വിടുതലുണ്ട്. അമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേൻ. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ 12-ാമത്തെ വാക്യത്തിൽ നിന്ന് ചർച്ച ചെയ്തു. അതൊന്നുകൂടെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 1, നമുക്കൊരു ആക്സസ് കിട്ടി. 2, നമുക്കൊരു ഫെയ്ത്ത്, അത് വിശ്വാസം മൂലമാണ് നമുക്ക് ആക്സസ് ലഭിച്ചത്. 3, നമുക്ക് ഏറ്റവും വലിയൊരു ഹയസ്റ്റ് പ്രിവിലേജ് കിട്ടി, ആ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് വരാൻ. 4-ാമത്തെ കാര്യം, നമുക്കൊരു ഫ്രീഡം ഉണ്ട് അവിടെ. 5-ാമത്തെ കാര്യം, അവിടെ ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ 1-2 റെഫറൻസ് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഞാനത് അതിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം, നിങ്ങൾ ഇതിന് ശേഷമായിട്ട് അത് വായിക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. റോമർ 8-1, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 തൊട്ട് 22 വരെ എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ ആക്സസ്സാണ്, നമുക്ക് ഫുള്ള് ആക്സസ്സാണ്. അത് എബ്രായർ 10-19 തൊട്ട് 22 വരെ. അതിനുശേഷമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ ഒരു മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മകൾ എന്ന് വിളിക്കുന്ന ഒരു രീതിയിൽ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു അവകാശം ലഭിച്ചു. ഗലാത്യർ 4:6, ഗലാത്യർ 4:6. അതിനുശേഷമായിട്ട് ഞാൻ ആ ഒരു വാക്യം ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വായിച്ചോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ആ വാക്യം നമ്മളോടൊക്കെ വല്ലാതെ കണക്ട് ചെയ്യുന്നൊരു വാക്യം. ആ വാക്യം ഒന്ന് ഞാൻ വായിക്കുകയാണ്. യോഹന്നാൻ 10:28. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയും ഇല്ല. അമേൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പറയാൻ പറ്റുമോ? എൻ്റെ ഭാവി, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അമേൻ, എൻ്റെ മാതാപിതാക്കളുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അത് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഈ രാത്രികാലം വാർദ്ധക്യത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഏകാന്തതയിലൊക്കെ ആയിരിക്കുമ്പോൾ പറയണം കേട്ടോ, എൻ്റെ ഭാവി എൻ്റെ യേശുപ്പായുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അമേൻ. അവിടെ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാ, അമേൻ, ആരും അത് ഒരു നാളും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കുകയില്ല. അമേൻ. ഈ 12-ാമത്തെ വാക്യം നമുക്ക് നൽകിയ പ്രിവിലേജാണ് പ്രിയമുള്ളവരെ. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിലൊന്ന് മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ആ റെഫറൻസ് നിങ്ങൾ എഴുതിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. റോമാലേഖനം 8:1, എബ്രായ ലേഖനം 10:19 തൊട്ട് 22 വരെ, ഗലാത്യ ലേഖനം 4:6, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം. അമേൻ. അതിനുശേഷമാണ് നമ്മൾ അടുത്തൊരു വാക്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു ഇല്ലിസ്ട്രേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലൂടെ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഇറേസർ ചലഞ്ച് എന്ന് പറയുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ പെൻസിൽ കൊണ്ട് എഴുതുന്ന സമയത്ത് പെൻസിലിൻ്റെ അറ്റത്ത് എത്ര പേര് ആ റബ്ബറുള്ള പെൻസിൽ കണ്ടിട്ടുണ്ട്?
എത്ര പേര് റബ്ബറുള്ള പെൻസിൽ കണ്ടിട്ടുണ്ട്? അറ്റത്ത് റബ്ബറുള്ള പെൻസിൽ കണ്ടിട്ടുണ്ടോ? ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. നമ്മുടെ പെൻസില് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റൂ? റബ്ബറുള്ള പെൻസിലാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? പറയാൻ പറ്റൂ? ഇറേസ് ചെയ്യും. എല്ലാവരും ഇറേസ് ചെയ്യുന്നവരാണല്ലോ. ആരും വലിച്ചെറിയത്തില്ലല്ലോ, ആരും പെൻസിൽ വേണ്ടാന്ന് പറയത്തില്ലല്ലോ. നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ ഇറേസ് ചെയ്യും. ശ്രദ്ധിക്കണമേ. അടുത്ത അവിടുന്ന് ഒരു അടുത്തൊരു മേഖലയിലൂടെ നമ്മൾ കടക്കാൻ പോവുക. നമ്മൾ ആ പെൻസിലിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ എടുത്ത് കളയത്തില്ല. ആ പെൻസിലിനെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഉപയോഗിക്കും, അതിൻ്റെ ഇറേസർ ഉപയോഗിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഇറേസർ ഉപയോഗിക്കുന്നത് പോലെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ചില സമയത്ത് നമുക്ക് എന്ത് വരും? ഡിസ്കറേജ്മെൻറ്റ് വരും. നമുക്ക് ഡിസ്കറേജ്മെൻറ്റ് ചില സമയത്ത് വരാറുണ്ടോ? അങ്ങനെ ഡിസ്കറേജ്മെൻറ്റ് വരുന്ന സമയത്ത് ഷോക്ക് അടിച്ചിരിക്കാറുണ്ടോ? ആരോടും മിണ്ടാതിരിക്കാറുണ്ടോ? ചില സമയത്ത് അങ്ങനെയാണ്. നമുക്ക് ഡിസ്കറേജ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ആരോടും മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വയ്ക്കും, നോട്ട് ആക്സസ് അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കും. ചിലരെന്നെ ചെയ്യും? സ്വന്തം DP പോലും മാറ്റിക്കളയും. നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ഡിസ്കറേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ അവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഇറേസറിൻ്റെ ഈ കാര്യം ഞാൻ എന്തിനാ ആ ഒരു ഇല്ലുസ്ട്രേഷൻ കാണിച്ചെന്ന് പറഞ്ഞാൽ, പെൻസിൽ ഡിപ്രഷൻ ആകുമ്പോൾ പെൻസിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. പെൻസിൽ എന്ത് ചെയ്യുക? മായ്ച്ചു കളയുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലോകത്ത് ഒത്തിരി പുലികളും കടുവകളൊക്കെ ഉണ്ട്. അവരെര പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേ എര കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഏതെങ്കിലും പുലി ആത്മഹത്യ ചെയ്തോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പുലി തൂങ്ങി ചത്തു എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഉറുമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉറുമ്പിനെ കണ്ടവരൊക്കെ ഒന്ന് കര ഉയർത്തിയാട്ടെ. ഉറുമ്പിനെ കണ്ടവരൊക്കെ ഒന്ന് കര ഉയർത്തിയാട്ടെ. ഉറുമ്പ് ആത്മഹത്യ ചെയ്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉറുമ്പ് ഡിപ്രഷൻ അടിച്ചു എന്ന് ആരെയും കേട്ടിട്ടുണ്ടോ? ഉറുമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉറുമ്പ് നിൽക്കുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഉറുമ്പ് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് മടുത്ത് അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുവാ മൂവ്മെന്റ് കാണിക്കുന്നത്? അതാ സദൃശവാക്യം പറയുന്നത്, മടിയാ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് പഠിക്കാം. ഉറുമ്പ് ഡിപ്രഷൻ അടിക്കുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രഷനും അടിക്കും, ശോകവും അടിക്കും, വേണമെങ്കിൽ ഒന്ന് ആത്മഹത്യയും ചെയ്യും. നമ്മുടെ പ്രത്യേകതയാണ്. അത് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങളൊരു നിരുത്സാഹപ്പെട്ടായിരിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു വാക്യത്തെ ഞാൻ അതിൻ്റെ 13ാമത്തെ വാക്യോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത്. ആര് പറയുക? ഭക്തൻ പറയുക, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന്. നമ്മൾ ചില മേഖലകളകത്ത് അധൈര്യപ്പെട്ടു പോയിട്ടുണ്ടോ? ഞാൻ ആ ഒരു സ്ലൈഡിലോട്ടൊന്ന് വരാം. ചില സമയത്ത് ആ വാക്യം എങ്ങനെയാ, അതിന് ഇംഗ്ലീഷ് ഭയങ്കര ചെയ്യുന്നു, ഭയങ്കര മനോഹരമായിട്ട് പറയുന്നത്, നോട്ട് ടു ലൂസ് ഹാർട്ട് ഓവർ. അധൈര്യപ്പെട്ടു പോകരുത് എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് 1ാമത്തെ വാക്യത്തിൽ പറയുക, ഞാൻ ക്രിസ്തുവിൻ്റെ ബദ്ധനാണ്, ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ അധ്യായം തുടങ്ങി. ഇനി അതിൻ്റെ ഏറ്റവും ഒരു ട്വിസ്റ്റ് ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്. അവിടെ പറയുക, എന്നിട്ട് അദ്ദേഹം പറയുക, ഞാൻ ഒരു പ്രിസണറാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ട് പോകരുത്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് നമ്മൾ കടക്കാൻ പോവുക. എന്നാ സംഭവം എന്നറിയാമോ? ആ ഒരു ഭാഗത്തെ ഞാൻ ഇങ്ങനെയാണ് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, സഫറിങ് ഈസ് നോട്ട് ഓൾവേസ് ഡിഫീറ്റ്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില സഫറിങ്, ചില വേദനകൾ അത് ഡിഫീറ്റ് ചെയ്യാനുള്ളതല്ല, അത് പ്രതിരോധിക്കുവാനുള്ളതല്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആ വാക്യത്തിലൂടെ അടുത്തൊരു തലത്തിലൂടെ നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും കാലം എന്തുവാ ചെയ്തുകൊണ്ടിരുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ഡിഫീറ്റ് ചെയ്യും. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കും. പക്ഷേ ഇന്ന് ഈ രാത്രികാലം ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? എന്നാണെന്നറിയാമോ? ഡു നോട്ട് ലൂസ് ഹാർട്ട് ബിക്കോസ് ഓഫ് മൈ സഫറിങ്. കഷ്ടത നിമിത്തമായിട്ട് എൻ്റെ ഈ ഒരു ബദ്ധൻ ആയിരിക്കുന്ന ഈ അവസ്ഥ നിമിത്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെട്ട് പോകരുതെന്ന്. എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമ്മളും ഇതുപോലെ അധൈര്യപ്പെട്ട് പോകുമ്പോൾ അത് നമ്മുടെ ഫാമിലിയെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ കുടുംബത്തിലെ സകല വ്യക്തികളെ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി ഓഫായി പോയാൽ ആ ഫാമിലി മൊത്തം ഓഫായി പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്.
ഏതെങ്കിലും ഒരു വ്യക്തി ഡൗൺ ആയിപ്പോയാൽ അവിടെ ഇരിക്കുന്ന സകല ആളുകളും ഡൗൺ ആയി പോകും. പക്ഷേ ഭക്തനായ പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് തടവിന്റെ അകത്താ, പക്ഷേ ഞാൻ എഫേസ്യയിലെ സഭയോട് പറയുവാണ്, അത് നിമിത്തമാണ് നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, നമ്മൾ ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോകട്ടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകട്ടെ, ചെയ്യുന്നു, പക്ഷേ നമ്മൾ തളർന്ന് പോകരുത് എന്നൊരു കാര്യം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ സഫറിങ്ങും നമ്മൾ ഡിഫീറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എന്നാ ചെയ്യും? നമ്മുടെ ഒരു പ്രത്യേകതയാണ്, ഈ സഫറിങ് വരുമ്പോൾ നമ്മളൊരു 21 ദിവസം ഫാസ്റ്റിംഗ് വയ്ക്കും. സഫറിങ് വരുമ്പോൾ നമ്മളൊരു 7 ദിവസം ഫാസ്റ്റിംഗ് വയ്ക്കും. സഫറിങ് വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? സഫറിങ് നല്ലതാ, പക്ഷേ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ട്, പരീക്ഷയോട് കൂടെ അതിൻ്റെ പോക്ക് വഴിയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുക്കിയിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രികാലം ഈ ക്ലാസ്സിലിരിക്കുമ്പോൾ പറയാൻ പറ്റുമോ, എൻ്റെ പരീക്ഷയുടെ കൂടെ ദൈവം എൻ്റെ പോക്ക് വഴിയും ഒരുക്കിയിട്ടുണ്ടെന്ന്? നമ്മൾ പരീക്ഷയെ ഭയങ്കര പരീക്ഷയായിട്ട് കാണുമ്പോഴാണ് ആ പരീക്ഷ ഒരു പരീക്ഷണമാണ്. എന്തുവാ? നമ്മുടെ ഫെയ്ത്ത് അവിടെ ടെസ്റ്റ് ചെയ്യുക. അതാ യാക്കോബ് പറഞ്ഞ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തീരും. നമ്മൾ കൊള്ളാകുന്നവനായിട്ടാണോ തീർന്നത് അതോ കൊള്ളയായിട്ടാണോ തീർന്നത്? നമ്മളോട് ചോദിച്ചു നോക്കണം കേട്ടോ. നമ്മളെ ചിലതിനൊക്കെ കൊള്ളയായി തീർന്നേക്കുക. ചിലർക്ക് തലവേദന ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് രാവിലെ എന്നിട്ട് മരുന്ന് ഡെയിലി കഴിക്കുന്നവരോടല്ല കേട്ടോ. ചില സഫറിങ് വരുമ്പോൾ നമ്മൾ ഭയങ്കര അങ്ങ് വല്ലാതെ ഡിസ്റ്റർബ് ആകുക. പക്ഷെ ഭക്തനായ പൗലോസ് പറയുക, നിങ്ങൾ അധൈര്യപ്പെട്ട് പോകരുത്. ചില പരീക്ഷകൾ വരുന്ന സമയത്ത്, ചില വേദനകൾ വരുന്ന സമയത്ത് നേരത്തെ ആ ഇറേസർ കാണിച്ചു തന്നതുപോലെ ചിലത് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഡിപ്രഷൻ ആയിരിക്കുന്നത്. നമ്മൾ അവിടെ വ്യക്തികളുമായുള്ള ബന്ധത്തെ കളയുന്നത്. പക്ഷേ ഇവിടെ ഭക്തൻ പറയുന്ന കാര്യമുണ്ട്, ബിക്കോസ് ഗോഡ് ക്യാൻ യൂസ് പെയിൻ ഫോർ എറ്റേണൽ പർപ്പസ്. നമ്മുടെ വേദനയെ ദൈവത്തിന് നിത്യ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഈ കാര്യം പറയുമ്പോൾ നമ്മൾ വേറെ വല്ല കാര്യമാണെങ്കിൽ ഒന്നൊരു തംസപ്പ് കിട്ടേനേന്ന് നമുക്കൊരു ചിന്ത വരും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ ലൈഫിൽ ആക്സിഡൻ്റ് ആണെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യത്തിന് പുറകിലും ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, ആക്സിഡൻസ് ആർ ജസ്റ്റ് ഇൻസിഡൻസ് ടു കണക്ട് വിത്ത് ഗോഡ്. നമ്മുടെ ലൈഫിലെ ആക്സിഡൻസ് അത് ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മൊമെൻറ്റ്സാണ്. ഇന്ന് രാത്രികൾ അങ്ങനെ ഒന്നാക്കാൻ പറ്റൂ. നമ്മുടെ ചില വേദനകളെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടപാട്ട് കാണാൻ പറ്റൂ. ഞാൻ ആ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമാണ്, ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചൂരച്ചെടിയുടെ ചോട്ടിൽ പോയിരിക്കണം. അപ്പോൾ ആ ദൂരയാത്ര നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളെപ്പോഴും എന്താ പറയുക, നല്ല സ്ഥലങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ദൂരയാത്രയ്ക്കൊക്കെ പോകാനുള്ള ഒരു ഉൾവിളി നമുക്ക് വരാത്തത്. പക്ഷേ ഏലിയാവ് പറയുക, ചൂരച്ചെടിയുടെ ചോട്ടിലിരിക്കുമ്പോൾ ദൂതം വന്ന് എന്നോട് പറയുക, നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന്. ചില സമയത്ത് നമ്മൾ അതുപോലെ ഒന്ന് ചൂരച്ചെടിയുടെ ചോട്ടിലിരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, ഈ വേദനകളിൽ ഞാൻ തകർന്നു പോയില്ലല്ലോ. ഈ വേദനകളിൽ ഞാൻ എന്നിലൂടെ ഒരു ദൈവത്തിന് മഹത്വമുണ്ടല്ലോ. പറയാൻ പറ്റുമോ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതെന്ന്? എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? എനിക്കതാ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കും. നെഞ്ചത്ത് കൈവച്ച് പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് മഹത്വത്തിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വേദനകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, നമ്മൾ ഒത്തിരി അൺആൻസേർഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ബിക്കോസ് ഗോഡ് ക്യാൻ യൂസ് പെയിൻ ഫോർ എറ്റേണൽ പർപ്പസ്. പറയാൻ പറ്റുമോ? അത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അത് ദൈവനാമത്തിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് പറഞ്ഞോട്ടെ. അടുത്തൊരു ഭാഗത്തോട് പോകുന്ന സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, ഡു നോട്ട് ബി ഡിസ്കറേജ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാ? അദ്ദേഹത്തിൻ്റെ ലൈഫ് നോക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ തകർന്നായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെ, ബിക്കോസ് ഈ സഫറിങ് വാസ് നോട്ട് മീനിങ്ലെസ്. അദ്ദേഹത്തിൻ്റെ ആ സഫറിങ് എന്ന് പറയുന്നത് അർത്ഥമില്ലാത്തതല്ല, അർത്ഥമുള്ളതാ. നമ്മുടെ ചെറിയ വേദനകളിൽ നിന്ന് അർത്ഥമുള്ളതാ, നമ്മുടെ ചെറിയ ഭാരങ്ങളിൽ നിന്ന് അർത്ഥമുള്ളതാ, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അർത്ഥമുള്ളതാ. ലോകം നോക്കുമ്പോൾ അതിന് വലിയ മീനിങ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷെ അവിടെ കാണുന്നൊരു കാര്യം ഇങ്ങനെയാ, എന്തെന്നറിയാമോ? ആ പെയിനാണ് ദൈവരാജ്യത്തിന് മഹത്വത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യനെ ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഡു നോട്ട് ബി ഡിസ്കറേജ്. ചില സമയത്ത് പറയണം, ഡിസ്കറേജ് ആയി പോകല്ല കേട്ടോ. ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹം കയ്യിലൊരു ചങ്ങലയായിട്ട് ഇരിക്കുക. നമ്മൾ ഒരു തലവേദനയാണ് എന്നാ ചെയ്യും? നമ്മൾ തലവേദനയാണ് എന്നാ ചെയ്യും? പള്ളിയിൽ പോകണ്ടെന്ന് പറയും അല്ലേ? നമ്മൾ തലവേദനയാണെങ്കിൽ പള്ളിയിൽ പോകണ്ടെന്ന് പറയും. മഴയാണെങ്കിൽ കർത്താവേ അടുത്ത ആഴ്ച വാഹനം കിട്ടുന്നതിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. വാഹനം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്നാ പറഞ്ഞ, കർത്താവേ മഴയാണേലും വെയിലാണേലും ഞാൻ പള്ളിയിൽ പൊക്കോളാം.
ഇപ്പോൾ വാഹനമുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങൾ കൂടുമ്പോഴാണ് ഡിസ്കറേജ്മെന്റ് കൂടുന്നത്. മനസ്സിലാകുന്നുണ്ടോ എൻ്റെ പ്രിയമുള്ളവരെ? ആമേൻ. ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യം എങ്ങനെയാണ്, നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ആയിരുന്ന സമയത്തെ നല്ല കഞ്ഞിയും നല്ല ചമ്മന്തിയും കൂട്ടി ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഇപ്പോൾ ഒരു ബിരിയാണി കഴിച്ചാലും കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടെന്നേ, പക്ഷേ അനുഗ്രഹങ്ങൾ വന്നപ്പോൾ നമ്മൾ ഡിസ്കറേജ്ഡ് ആയി. പക്ഷെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുമോ, കഷ്ടതയിൽ തളരരുത്. പണ്ടത്തെ ഒരു പാട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെന്തക്കോസ്റ്റിൽ ചേരണം, കപ്പയും മീനും കൂട്ടണം. ഇപ്പം കപ്പയ്ക്ക് മീനൊക്കെ അന്ന് കളിയാക്കി പാടിയ പാട്ടാ. ഇപ്പോൾ 1 കിലോ കപ്പയ്ക്ക് 35-40 രൂപ വരും. മീനിനോ അന്ന് അതായിരുന്നല്ലോ. ഇന്ന് നല്ല മീൻ കിട്ടണമെങ്കിൽ ഒരു 10-300 രൂപയുടെ മുകളിൽ കൊടുക്കണ്ടേ. ഒരു കാലഘട്ടത്തിൽ കളിയാക്കിയ പാട്ടാ. പക്ഷെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക, സഫറിങ്ങിൻ്റെ അകത്ത് ദൈവത്തിനൊരു മഹത്വമുണ്ട്. അടുത്തൊരു ഭാഗത്തോട് ഞാൻ അതൊന്ന് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, പൗലോസ് പറയുക, അദ്ദേഹം മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. അദ്ദേഹത്തിൻ്റെ പ്രിസൺ, ആ കാരാഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിമോണി ആയിട്ട് മാറിയത്. ആ കാരാഗ്രഹത്തിലാണ് അദ്ദേഹം അനേകരെ ചലിപ്പിച്ചത്. ഇതേ കാരാഗ്രഹത്തിൽ തന്നെയാണ് ഫിലോമോന്റെ ലേഖനത്തിൽ ഒനോസിമോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചെയ്ത മാറ്റത്തിന് ഈ പൗലോസ് കാരണമാകുന്നത്. എന്തോ പ്രത്യേകത, ഓടിപ്പോയവന് ഒനോസിമോസ്. പക്ഷെ അവനെ ആ കാരാഗ്രഹത്തിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു മനുഷ്യനാക്കി മാറ്റി. അദ്ദേഹം പറയുക, എൻ്റെ പ്രിസൺ ആണ് എൻ്റെ ടെസ്റ്റിമോണി ആയിട്ട് മാറിയത്. നമുക്ക് പറയാൻ പറ്റുമോ, നമ്മുടെ പ്രിസൺ, നമ്മുടെ കാരാഗ്രഹം, അത് ഒരു ടെസ്റ്റിമോണി ആയിട്ട് മാറണം. അതാണ് സഭയെ എന്ത് ചെയ്തത്, പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പൗലോസ് ഒരിക്കലും തൻ്റെ ചങ്ങലകളെക്കുറിച്ച് ആകുലപ്പെട്ടില്ല, തൻ്റെ വേദനയെക്കുറിച്ച് ആകുലപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹം സകലതും ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി തീർന്നു. ആ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എന്നാണെന്നറിയാമോ? ചില സമയത്ത് നമ്മുടെ ലൈഫിൽ ഇതുപോലുള്ള സീസൺസ് വരാം, ഇതുപോലുള്ള സമയം വരാമെന്ന്. പക്ഷെ ആ സമയത്തിൻ്റെ അകത്ത് നമ്മളെ ഏറ്റവും അധികം കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെയുള്ള നമ്മൾ ആരും കാണാതെ കരയുന്നുണ്ടാകും കേട്ടോ. ഇനി പറയുന്ന കാര്യം ഒരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും അത് ഇവിടെ ഇരിക്കുന്ന പല പ്രിയമുള്ളവരുടെ ജീവിതവുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ആ കാര്യത്തിൽ ഒന്ന് ഞാൻ തുറന്ന് സംസാരിക്കട്ടെ. ചില സമയത്ത് അങ്ങനെയാ, ആരും കാണാതെയാ നമ്മൾ കരയുക, ആരും കാണാതെ ആയിരിക്കും ആരും നമ്മൾ അറിയുന്നുണ്ടാവില്ല. ചില സമയത്ത് ആ സഫറിങ് ആണ് അനേകാര്യങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന പല മാതാക്കളും പല സഹോദരങ്ങളും ആരും കാണാതെ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ആരുടെയെങ്കിലും മുന്നിൽ കരയാനാണ് നമുക്ക് മടി. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ കരഞ്ഞിട്ടുള്ള പ്രിയമുള്ളവർക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാ. ആ കരച്ചിലിനെ കാണുന്ന ഒരു ദൈവമുണ്ട്, ആ കരച്ചിലിനെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുക, എന്താ പറയുമോ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സഫറിങ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗോഡ് ക്യാൻ യൂസ് ബ്രോക്കൺ പ്ലേസസ് ടു ബിൽഡ് അതേഴ്സ്. നമ്മുടെ ജീവിതത്തിലെ ബ്രോക്കൺനെസ്, അത് പഴയ നിയമത്തിൽ ഒരു ഭാഗമായിട്ട് കണക്ട് ചെയ്താൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുക, നീ കുശവന്റെ അടുക്കലോട്ട് പോകണം, കുശവന്റെ കയ്യിൽ ഇരിക്കെ അത് ചീത്തയായി പോയി. പക്ഷെ കുശവൻ അതിനെ കളഞ്ഞില്ല കേട്ടോ. കുശവൻ അതിനെ തന്നെ പുതിയൊരു പാത്രമാക്കി മാറ്റിയതുപോലെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക കേട്ടോ. നമ്മുടെ ലൈഫിലെ ചില ബ്രോക്കൺ ആയിട്ടുള്ള പീസുകൾ, നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ചില പാസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലേ, ആരോടും പറയാത്ത ചില പ്രത്യേകമായ വേദനകളില്ലേ, ആരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മാത്രം ചില രാത്രികളില്ലേ, കുശവന്റെ കയ്യിലാകട്ടെ ഇരിക്കുന്നത്. അങ്ങനെയൊന്നും ഉടഞ്ഞു പോകത്തില്ലെന്നേ, അങ്ങനെയൊന്നും തകർന്നു പോകത്തില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ആ കുശവൻ എപ്പോഴോ നമ്മൾ വലിച്ചെറിയായിരുന്നു കേട്ടോ. പക്ഷെ കുശവൻ ഇന്ന് രാത്രികാലവും നമ്മളുടെ അടുത്ത് പറയുക, അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചതെന്ന്. നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന സ്വരം ചെയ്യുന്നു ആ ഒരു ചെറിയ വേദനയുടെ അകത്തും ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ? ആ ചെറുവേദനയിൽ നമ്മൾ അനേകരുടെ മുന്നിൽ നിൽക്കും, ആ ചെറുവേദനയിൽ നമ്മൾ അനേകരെ ചലിപ്പിക്കും. അടുത്തൊരു കാര്യം പറയുക, ചെറിയ താൽക്കാലികമായിട്ടുള്ള ഒരു സഫറിങ് അത് എറ്റേണൽ ആയിട്ടുള്ള നിത്യമായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറിയൊരു വേദനയാണെങ്കിലും അത് നിത്യതയിൽ എത്തുന്ന സമയത്ത് അവിടെ മാറ്റം വരും കേട്ടോ. അവിടെ പൗലോസ് ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദ പ്രിസൺ ലുക്ക് ലൈക്ക് ദ എൻഡ് എന്ന് പറഞ്ഞാൽ പ്രിസൺ എല്ലാം അവസാനിച്ചതുപോലെ തോന്നും. പക്ഷേ അവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അകത്ത് ദൈവം അവൻ്റെ സ്റ്റോറി റീറൈറ്റ് ചെയ്യുകയാണ്.
എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സ്റ്റോറി എൻ്റെ കർത്താവ് റീറൈറ്റ് ചെയ്യുന്ന രാത്രിക്കാലം ഇത്. ഞാൻ വിശ്വസിക്കുക അത്. അമേൻ. എത്ര പേർ ആ ഒരു കാര്യത്തെ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. നമ്മുടെ സ്റ്റോറി റീറൈറ്റ് ചെയ്യുവാൻ യാതൊരു സാധ്യതയും ഇല്ലായെങ്കിലും ആ ഒരു വാക്ക് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ദ പ്രിസൺ ലുക്ക് ലൈക്ക് ദ എൻഡ്, ബട്ട് ഇൻസൈഡ് ദ പ്രിസൺ God was writing scripture through Paul. ദൈവം ഒരു പുതിയ അധ്യായം അവനിലൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ പറ്റുമോ? ഇന്ന് രാത്രികാലം കർത്താവെ, എന്നിലൂടെ കർത്താവ് എഴുതുവാൻ പോകുന്ന പുതിയ അധ്യായത്തിനായ നന്ദി. എന്നിലൂടെ കർത്താവ് എഴുതുന്ന പുതിയ അധ്യായം അതിങ്ങനെ കാണാൻ പറ്റണം. ആ അധ്യായം അനേകരെ ചലിപ്പിക്കും കേട്ടോ. ആ അധ്യായം അനേകരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ആ അധ്യായം നമ്മൾ ഭയങ്കര കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക. ഞാൻ എൻ്റെ ബൈബിൾ പലപ്പോഴും കണ്ണുനീര് കൊണ്ട് ഞാൻ അതിൽ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുനീർ തുള്ളി അതിലൂടെ വീണ് കഴിയുമ്പോൾ ആ വാക്യം ഞാൻ മറ്റൊരു സ്റ്റേജിൽ പോയി പ്രസംഗിക്കുമ്പോൾ അതൊരു ഇമ്പാക്റ്റാണ്. പറയാൻ പറ്റുമോ? നമ്മുടെ ചെറിയ കണ്ണുനീർ തുള്ളി അത് വീണ് കഴിയുമ്പോൾ അത് അനേകർക്കൊരു ആശ്വാസത്തോടെ വന്ന പുതിയൊരു അധ്യായമായിട്ട് മാറും. നമ്മുടെയൊക്കെ ലൈഫ് കർത്താവ് അങ്ങനെ എഴുതാൻ പോവുക കേട്ടോ ഈ രാത്രികാലം. എത്ര പേർക്ക് ബോധ്യമുണ്ട്? അധൈര്യപ്പെട്ട് പോകല്ല കേട്ടോ. ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രികാലം അധൈര്യപ്പെട്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ദൈവാത്മാവ് ഇടപെടുക. അങ്ങനെയൊന്നും അധൈര്യപ്പെടുവാനുള്ളതല്ല നമ്മുടെ വിളി. അമേൻ. പറഞ്ഞു നമ്മുടെ ദൈവം റെസ്പോൺസിബിൾ ആണെന്നേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമേൻ. നമ്മുടെ ഇന്ത്യയില കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു എക്സാമ്പിളാണെന്ന് തോന്നുന്നു. അമേൻ. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു മനുഷ്യനെ ഏതെങ്കിലും വ്യക്തി, പുറത്തുള്ള ഒരു കൺട്രിയിലുള്ള ഒരു വ്യക്തി വന്ന് അവൻ ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വെറുതെ ഇരിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് അമേൻ പറഞ്ഞു ദൈവത്താൽ മുദ്രയിട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനെതിരെ ഏതെങ്കിലും ശക്തികളോ വ്യക്തികളോ വന്നാൽ അതിനെ അമേൻ പറഞ്ഞു വിട്ട് അമേൻ ചെയ്യുന്നു അതിനെ അമേൻ തടഞ്ഞു നിർത്തി നമ്മളെ ജീവനെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ ഈ ഭൂമിയുടെ അധികാരിയേക്കാൾ വലുതാണ് നമ്മുടെ ദൈവം. മനസ്സിലാകുന്നു? അതുകൊണ്ട് ആ ഭക്തൻ പറയുന്നത് അധൈര്യപ്പെട്ട് പോകല്ലേ എന്ന്. അവൻ ഹൃദയത്തിൽ നെഞ്ചത്ത് കൈവച്ചെന്ന് പറ. അവൻ പേര് ചൊല്ലി ഇങ്ങനെയൊന്ന് പറ, സനുവേ നീ അധൈര്യപ്പെടല്ലേ. നിങ്ങളുടെ പേര് ചൊല്ലി ഒന്ന് പറ, അധൈര്യപ്പെട്ട് പോകല്ലേ കേട്ടോ. ചില വിഷയത്തിനകത്ത് വല്ലാതെ അധൈര്യപ്പെടുമ്പോൾ, ചില വിഷയത്തിനകത്ത് വല്ലാതെ തകർന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക. അങ്ങനെ അധൈര്യപ്പെടുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. മനസ്സിലായോ? അടുത്തൊരു ഭാഗം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ ആ 13 പേരെയുള്ള വാക്യങ്ങൾ അമേൻ സ്വതന്ത്രം ചെയ്തു ഇങ്ങനെ എൻകറേജ് ചെയ്ത് വന്ന് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: അധൈര്യപ്പെട്ട് പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നതൊരു റിക്വസ്റ്റാണ്. നമ്മൾ തളർന്നു പോകല്ല കേട്ടോ. നമ്മൾ ഈ വാടി അവൻ കുഴഞ്ഞിരിക്കല്ല കേട്ടോ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ സങ്കടം പിടിച്ച മുഖം കാണാൻ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ചിരിച്ച മുഖം കാണാൻ എല്ലാവർക്കും ഇഷ്ടം. ചിരിക്കാൻ പറ്റണം. ചില വിഷയത്തിനകത്ത് ചിരിക്കാൻ പറ്റണം. അതാ ഞാൻ പറഞ്ഞത്, കരയുവാൻ 1000 കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷെ ചിരിക്കുവാൻ ഒറ്റ കാരണമുള്ളൂ: യേശു ജീവിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. ആ ഒറ്റ ബോധ്യം ഉണ്ടേല ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കൂടി ഒന്ന് ദൈവാത്മാവ് അങ്ങനെ ഒരു നിയോഗം നൽകുന്നത് കൊണ്ട് മാത്രം ഒന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എൻ മനമേ നീ മൗനമായിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ ചെയ്യുന്നു ആ ഒരു വാക്ക് നമ്മളോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: നമ്മൾ ചില സമയത്തൊന്നും മൗനമായിരിക്കുക കേട്ടോ. വല്ലാതെ ഡിസ്റ്റർബാ, വല്ലാതെ വറീഡാ, വല്ലാതെ തകർന്ന ഇതിനകത്തിരിക്കുന്നേ. പക്ഷെ ഈ രാത്രികാലം ദൈവാത്മാവ് ഇടപെടുക. ഒന്ന്, അധൈര്യപ്പെട്ടു പോകാതെ ധൈര്യപ്പെട്ടിരിക്കുക. ആ പ്രശ്നത്തിന് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്, ആ പ്രശ്നത്തിന് നിന്റെ ഭാവി തകർക്കാൻ പറ്റത്തില്ലെന്ന്, ആ പ്രശ്നം നിന്നെ ഒതുക്കത്തില്ലെന്ന്, ആ പ്രശ്നം നിന്റെ ഭാവിയുടെ എക്സ്പയറി ഡേറ്റ് ഇടത്തില്ലെന്ന് ആത്മാവി നമ്മൾ പറയണം. ചില വിഷയം അങ്ങനെയല്ലെന്നേ, ചിലത് അങ്ങനെയാ. വല്ലാതെ തകർത്തുകൊണ്ടിരിക്കും. ഈ രാത്രികാലം ദൈവാത്മാവ് ആ വാക്യത്തിലൂടെ നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്: അല്പസമയം നമ്മളൊന്ന് മൗനമായിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ മൗനത്തിന്റെ അകത്തും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാ ഭക്തനായ പൗലോസിന്റെ ഉറപ്പ്. അതുകൊണ്ട് അദ്ദേഹം അധൈര്യപ്പെട്ട് പോകല്ലേ. ഇടയ്ക്ക് നമ്മളെ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ, നമ്മളെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല, നമ്മൾ എന്നെ ചെയ്യണം. നമ്മളെ തോളത്ത് കൈ തെറ്റിയിട്ട് പറയണം, എടാ ഉവ്വേ നീ അടിപൊളിയാന്ന് പറയണമെന്ന്, നമ്മൾ സുന്ദരനാന്ന് പറയണമെന്ന്, നമ്മൾ ബ്യൂട്ടിഫുള്ളാന്ന് പറയണമെന്ന്, നമ്മൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടതാന്ന് പറയണം. ഇപ്പൊ നിങ്ങൾക്കൊരു ചാർജായില്ലേ? ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ചാർജായി. നിങ്ങൾ പറയാതിരുന്ന ആ ചാർജ് ഞാൻ തന്നെ അങ്ങ് എടുക്കും. നമ്മളെ തന്നെ നമ്മളെ ചാർജ് ആക്കണം. നമ്മളെ തന്നെ അതാ ഭക്തൻ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കണം. അതിനുശേഷമായിട്ട് അതിന്റെ 14-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഷിഫ്റ്റാണ് കാണുവാൻ സാധിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ അമേൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അതിൻ്റെ കൂടെ ആ ഒരു വാക്യത്തിൻ്റെ കൂടെ തന്നെ ഒരു സെന്റൻസ് കൂടി ഒന്ന് ചേർത്ത് വായിച്ചോട്ടെ. ദ പ്രസന്റ് ദാറ്റ് ട്രൈ ടു സൈലൻസ് പോൾ ബിക്കം ദ പ്ലേസ് ഫ്രം വിച്ച് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ. അവനെ നിശബ്ദമാക്കുവാൻ നോക്കിയോടത്ത് തന്നെയാണ് ആ ഒരു സ്ക്രിപ്ചർ അനേകരുടെ ജീവിതത്തിൽ മാറ്റമായത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ബർത്തിമായെ നിശബ്ദമാക്കാൻ പലരും നോക്കി. പക്ഷേ അദ്ദേഹത്തിന് നിശബ്ദമാക്കുവാൻ പലരും നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം ശബ്ദം കൊണ്ട് പറഞ്ഞു, യേശുവേ ദാവീദ് പുത്രാ എന്ന്. സാഹചര്യം നമ്മെ നിശബ്ദമാക്കുമ്പോൾ അതിനെതിരെ നമ്മൾ വിളിച്ചു പറയണം, യേശുവേ ദാവീദ് പുത്ര. ഇന്ന് രാത്രിക്കാലം നമുക്ക് അത് പറയുവാനൊരു ബോധ്യം ഉണ്ടാകണം പ്രിയമുള്ളവരെ. മനസ്സിലുള്ള ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ നമ്മെ വല്ലാതെ നിശബ്ദമാക്കുമ്പോൾ അതിനെ നിശബ്ദമാക്കുവാൻ നമുക്ക് സാധിക്കണം. യോശുവയുടെ പറഞ്ഞത് മനോഹരമായൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ജനത്തെ നിശബ്ദമാക്കി എന്നൊരു വാക്ക് ദൈവവചനത്തെ കൊടുത്തേക്കുക. കാലേബ്. എന്തോ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹത്തിനെതിരായി നിന്ന സാഹചര്യത്തെ ആ 10 പേര് നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ചപ്പോൾ ഈ മനുഷ്യൻ അതിനെ നിശബ്ദമാക്കിയതുപോലെ ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് നമ്മളോട് ഇടപെടുക. ചില വിഷയം നമ്മളെ ചെയ്യുന്നു നിശബ്ദമാക്കുമ്പോൾ, ചില വിഷയം നമ്മുടെ സൗണ്ടിനെ കളയുമ്പോൾ, ചില വിഷയം നമ്മുടെ ശുശ്രൂഷയെ കളയുമ്പോൾ, ചില വിഷയം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ കളയുമ്പോൾ ഈ രാത്രിക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. ചിലതിനെ നമ്മളെ നിശബ്ദമാക്കണം. ചില പേടികളെ നമ്മൾ നിശബ്ദമാക്കണം. ചില വേദനകളെ നമ്മൾ നിശബ്ദമാക്കണം. ചില ചോദ്യങ്ങളെ നമ്മൾ നിശബ്ദമാക്കണം. എന്നിട്ട് അവിടെ പറയുന്ന അടുത്തൊരു കാര്യമാണ് അതിൻ്റെ 14-ാമത്തെ വാക്യം തൊട്ട് 19-ാമത്തെ വാക്യം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗങ്ങളാണ് 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഞാൻ ആ ഒരു ഭാഗത്തെ അത്രയും ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 14-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഫോർ ദിസ് റീസൺ ഐ നീൽ ബിഫോർ ദ ഫാദർ എന്ന് പറഞ്ഞാൽ അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ട് കുത്തുന്നു. എന്താ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ട് കുത്തുക എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത? അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തെ കാണിക്കുകയാണ്. അദ്ദേഹം മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുന്നിലല്ല കേട്ടോ. ആ ഭക്തൻ മുട്ട് മടക്കിയത് ദൈവത്തിൻ്റെ മുന്നിലാണ്. നമ്മുടെ വിഷയം എത്ര വലുതാണെങ്കിൽ ഇന്ന് രാത്രികാലം കൃത്യമായിട്ട് ദൈവാത്മാവോട് വിളിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം. ദാവീദിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദിനെതിരെ കല്ലെറിയുവാൻ ആളുകൾ വന്നപ്പോൾ ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു എന്നൊരു വാക്കാണ് പറയുന്നത്. ഇന്ന് രാത്രികാലം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ മുട്ട് കുത്തുന്നു. ആരും കണ്ടില്ലേലും കുഴപ്പമില്ലെന്നേ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ മുട്ട് മടക്കുമ്പോൾ അവിടെ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിരുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ആ 14-ാമത്തെ വാക്യത്തിൽ ഞാൻ അധികം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രിയമുള്ള നോട്ടിലൂടെ അത് നോക്കുവാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാ, അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുകയാണ്. പണ്ട് ശലോമോൻ ഇതുപോലെ ഒന്ന് സറണ്ടർ ചെയ്തതാ. അദ്ദേഹത്തിൻ്റെ കരങ്ങളെ രണ്ടും മുകളിലോട്ട് മലർത്തി ദൈവസന്നിധിയിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശലോമോനെ നമുക്ക് കാണാൻ സാധിക്കും. കൈ മലർത്തിയുള്ള പ്രാർത്ഥന. എന്തോ പ്രത്യേകത? കർത്താവേ, എനിക്ക് ഇതിൽ ചെയ്യുവാൻ സാധ്യമല്ല, എനിക്ക് ഇതിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ രാത്രികാലം ഒന്ന് പറയാൻ പറ്റൂ, കർത്താവേ എൻ്റെ ആ വിഷയത്തിനകത്ത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കർത്താവേ. എൻ്റെ ആ വിഷയത്തിനകത്ത് എനിക്ക് ഉത്തരവില്ല കർത്താവേ. എൻ്റെ ആ വിഷയത്തിനകത്ത് എനിക്ക് സാധ്യതയില്ല കർത്താവേ. പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ, പറയുമ്പോൾ അപ്പൻ അറിയാൻ കേട്ടോ നമ്മുടെ ഹൃദയം കംപ്ലീറ്റ് സറണ്ടറിങ്. കൈ മലർത്തിയുള്ള പ്രാർത്ഥന. ഒന്നും ചെയ്യാൻ അറിയത്തില്ല കർത്താവേ, സാഹചര്യം എങ്ങനെയെന്ന് അറിയത്തില്ല കർത്താവേ. പക്ഷെ കർത്താവ് പഠിപ്പിക്കുക. ഈ രാത്രികാലം സറണ്ടർ ചെയ്യാൻ പറ്റുമോ? വളരെ മനോഹരമായൊരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, ഐ സറണ്ടർ, ഐ സറണ്ടർ. ഇതേ സറണ്ടറാ ഓരോ ദൈവജനവും ഹന്ന ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തു. കർത്താവേ, എനിക്ക് കുഞ്ഞ് ജനിക്കത്തില്ല കർത്താവേ, പക്ഷെ ഞാൻ സറണ്ടർ ചെയ്യുക. ഓരോരുത്തർ സറണ്ടർ ചെയ്തപ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് രാത്രികാലം ഒന്ന് മുട്ടുമടക്കുന്ന നമ്മുടെ അപ്പൻ്റെ മുന്നിലാണ്. പറയാൻ പറ്റുമോ കർത്താവേ, ചില വിഷയങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല കർത്താവേ, പക്ഷേ ഞാൻ അതിൽ നിന്ന് പുറത്തു വരും. ഐ സറണ്ടർ. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അദ്ദേഹം മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അതൊരു ആരാധനയായിട്ട് മാറുക. നമ്മൾ കൈകൂട്ടുന്നതോ പാട്ടുപാടുന്നതോ മാത്രമല്ല ആരാധന. സറണ്ടറിങ് ഈസ് എ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനയാണ്. ഇന്ന് രാത്രിക്കാലം നമുക്കൊന്ന് സറണ്ടർ ചെയ്യാൻ പറ്റൂ. ഏതൊക്കെയോ വിഷയങ്ങൾ നമ്മളെ തകർത്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്.
ഏതൊക്കെയോ വിഷയങ്ങൾ നമ്മൾ വല്ലാതെ ഭാരപ്പെടുത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. പറ കർത്താവ്, ഞാൻ സമർപ്പിക്കുന്നു. അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ, അടിയനോട് ഇടപെടണമേ. ശമൂവേൽ നമുക്കത് കാണിച്ചു തന്നു. ശമൂവേൽ എന്ന് വിളിച്ചപ്പോൾ അടിയനിതാ എന്ന് അദ്ദേഹം പറഞ്ഞു. മറിയയോട് ചോദിച്ചപ്പോൾ മറിയ പറഞ്ഞു, അടിയനിതാ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവ് കാണിച്ചു തന്നില്ലേ, പിതാവേ, ഈ പാനപാത്രം അങ്ങേക്ക് മാറ്റുവാൻ കഴിയും, പക്ഷേ എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എൻ്റെ നടക്കട്ടെ. ഈ സറണ്ടർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് കാണുക. നെഗറ്റീവ് അല്ല കേട്ടോ. സറണ്ടർ അത് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ സറണ്ടർ ചെയ്യുന്നത് ഒരു പോലീസിന്റെ മുന്നിലല്ല, നമ്മൾ സറണ്ടർ ചെയ്യുന്ന ഒരു കോടതിയുടെ മുന്നിലല്ല, നമ്മൾ സറണ്ടർ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ മുന്നിലല്ല, നമ്മൾ സറണ്ടർ ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിന്റെ മുന്നിലാണ്. ആ കൈ ഇങ്ങനെ ഉയർത്തേ അമേൻ പറഞ്ഞു. ഇവരെല്ലാം ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കൈ പൊക്കി പറയുന്നൊരു കാര്യമുണ്ട്, സറണ്ടർ, ഞങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. ഇനി ഈ രാത്രിക്കാലം അങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ നമുക്ക്? കർത്താവേ, ഞാൻ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അപ്പ ഈ രാത്രിക്കാലം കൃത്യമായിട്ട് എനിക്കൊരു ബോധ്യമുണ്ട്, ദൈവാത്മാവ് പല ഹൃദയങ്ങളെ തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയരെ, ആ വിഷയത്തിൻ്റെ അകത്ത് നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ആ വിഷയത്തിൻ്റെ അകത്ത് ഇന്നത്തെ ഒരൊറ്റ സമർപ്പണം മതി അമേൻസും അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കാൻ. അദ്ദേഹം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. അമേൻസും 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇങ്ങനെയാണ്, ഫോർ ദിസ് റീസൺ ഐ നീൽ ബിഫോർ ദ ഫാദർ. 14-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. പിതാവിൻ്റെ മുന്നിലുള്ള ഒരു മുട്ടുമടക്കലാണ് 14-ാമത്തെ വാക്യം. അതിനുശേഷമായിട്ട് 15-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്. അമേൻസോറിന് ചെയ്ത് 15-16 വാക്യങ്ങൾ നമ്മുടെ ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. ഫ്രം ഹും എവരി ഫാമിലി ഇൻ ഹെവൻ എന്ന് പറഞ്ഞ 16-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞു വരുന്നൊരു ഭാഗം അമേൻസോറിന് ചെയ്യുന്നു. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം എങ്ങനെയാ, സകല കുടുംബത്തിനും പേര് വരുവാൻ. രണ്ടാമത്തെ കാര്യം 15-ാമത്തെയും 14-ാമത്തെയും വാക്യത്തിൽ പറയുവാണ്, നമുക്കൊരു പേര് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടപെട്ടതാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരാ എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഇന്ന ആളുടെ അംബാനിയുടെ കുടുംബക്കാരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തുവാ, ഒരു പ്രിവിലേജാണ്. പക്ഷെ ഇന്ന് പറയാൻ പറ്റുമോ, ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്. എൻ്റെ അപ്പൻ ആ ഒരു ഭവനത്തിലൂടെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 15-ാമത്തെ വാക്യം അല്ലെങ്കിൽ 14-15 വാക്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് മലയാളം ബൈബിളിൽ കാണുന്നത് സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു, ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ട് മടക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 14-ാമത്തെ വാക്യം മുട്ടുമടക്കുന്ന ഒരു അനുഭവം. രണ്ടാമത്തെ കാര്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്, പേര് വരുവാൻ കാരണമായ ഒരു മേഖല. നമുക്ക് എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ചില വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ, പൗലോസ് നമ്മളോട് സംസാരിച്ച കാര്യം ഇങ്ങനെ, സകല ഭവനത്തിനും പേര് വരുവാൻ കാരണമായ എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രികാലം നമുക്ക് ആ ഒരു ബോധ്യം കൃത്യമായിട്ട് ഉണ്ടാകണം. നമ്മൾ ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ ഉള്ളവരാണ്. ഒരു സെക്കൻഡ്. ഓക്കെ, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, സകല ഭവനത്തിനും എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഭവനം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷമായിട്ട് അടുത്തൊരു വാക്ക് എന്ന് പറഞ്ഞാൽ, അടുത്തൊരു വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്. ആ 16-ാമത്തെ വാക്യത്തിലൂടെയുള്ള ബന്ധത്തിൽ, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം ആ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് അമേൻസ്വരം ചെയ്യുന്നു വെളിപ്പെടുത്തുമ്പോൾ, അമേൻസ്വരം ദൈവാത്മാവ് കൃത്യമായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യം ഇങ്ങനെ 16-ാമത്തെ വാക്യത്തിലൂടെ, ദാറ്റ് ഹി മേ സ്ട്രെങ്തൻ യു വിത്ത് പവർ ത്രൂ ഹിസ് സ്പിരിറ്റ്. ആ മഹത്വത്തിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വാക്ക് പറയുകയാണ്, അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. ശക്തിയോടെ ബലപ്പെടാൻ പറ്റുമോ ഇന്ന് രാത്രികാലം? ചില വിഷയങ്ങൾ നിമിത്തത്തോടെ നമുക്ക് ശക്തിയോടെ ബലപ്പെടാൻ പറ്റുന്നുണ്ടാകില്ല കേട്ടോ. പക്ഷെ ദൈവാത്മാവ് നമ്മളോട് ഇടപെടുക, അകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം അമേൻസ്വരം ചെയ്യുന്നു. ഇന്ന് അമേൻസ്വരം ചെയ്യുന്നു. ആ ഒരു കാര്യത്തിൽ ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ, പല ആളുകളും പ്രാർത്ഥിക്കുന്നത് എന്തുവാ, പ്രശ്നം മാറണേ എന്നാ.
പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു അഭിഷിക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് ഫേസ് ചെയ്യാനുള്ള ഒരു കൃപ എനിക്ക് തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാത്രികാലം പൗലോസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നറിയാമോ? നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് മാറ്റം ഉണ്ടാകണം. 16-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിതുവരെ പ്രശ്നം മാറ്റാനാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഇന്ന് രാത്രികാലം ദൈവാത്മാവിലൂടെ പ്രശ്നം മാറ്റാനല്ല കേട്ടോ, പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ. ദാവീദ് പ്രാർത്ഥിച്ച് ഗോലിയാത്തിനെ മാറ്റാനല്ല, എനിക്ക് അവനെ ഫേസ് ചെയ്യണം. ദാനിയേൽ പ്രാർത്ഥിച്ചത് സിംഹത്തെ മാറ്റാനല്ല, എനിക്ക് ആ സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ പറ്റണം. അപ്പോസ്തലനായ പൗലോസും പ്രാർത്ഥിച്ച അതേ കാര്യമാണ്, അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം. ഇന്ന് രാത്രികാലം നമ്മുടെ ചില പ്രാർത്ഥനകളുടെ ചിന്താഗതികൾക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റൂ. ചിലതിനെ ഫേസ് ചെയ്യാനുള്ള കൃപ കർത്താവ് നൽകണമേ. അത് വേദന ആയിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, അത് ഏത് വലിയ കഠിനമായ സാഹചര്യം ആയിക്കോട്ടെ, അദ്ദേഹം പറയുക, ലോർഡ് സ്ട്രെങ്തൻ ദം ഇൻ ദിസ് സ്റ്റോം. ഈ കാറ്റടിക്കുമ്പോൾ കർത്താവ് എന്നെ ഒന്ന് പിടിച്ചു നിർത്തണേ, ഈ വേദന വരുമ്പോൾ കർത്താവ് എന്നെ ഒന്ന് പിടിച്ചു നിർത്തണേ. അതാ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ അകത്തെ മനുഷ്യനെന്ന് അവിടെ എടുത്തു പറയുന്നേ? പുറമെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ബലഹീനരാകട്ടോ, പക്ഷെ അകത്ത് കത്തുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ ആരെങ്കിലും കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അകമേയുള്ളവൻ സ്ട്രോങ് ആണെങ്കിൽ, കഴിഞ്ഞ ദിവസം ആ ഒരു ഭാഗം സംസാരിച്ചുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമ്മുടെ അകമേ ഉള്ള മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കുന്ന സമയത്ത്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പൗലോസിന്റെ കൂട്ടുകാരാ പത്രോസും യോഹന്നാനും ഒക്കെ. അപ്പോസ്തല പ്രവൃത്തി ആ 3-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസൊക്കെ ഒളിഞ്ഞു നിന്നവനാ, മാറി നിന്നവനാ. പക്ഷേ ഒരു അമേൻസ്വരം അതിനുശേഷമായുള്ള ചില അധ്യായത്തിലൂടെ വരുമ്പോൾ അവിടെയുള്ള യഹൂദ പ്രമാണികൾ അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാ. എന്തോന്നറിയാമോ? ഇവര് ആ മീൻപിടുത്തക്കാരല്ലേ, ഇവര് ആ ശിഷ്യന്മാരല്ലേ, പക്ഷേ അകമേ ഒരു രൂപാന്തരം വന്നപ്പോഴാണ് പത്രോസിനെ ചിലതിൻ്റെ മധ്യേ നിർത്തിയത്. നമ്മുടെ അകത്തൊരു രൂപാന്തരം വരുമ്പോഴാണ് ചിലതിൻ്റെ മധ്യേ ദൈവം നമ്മെ നിർത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അകമേ ഒരു രൂപാന്തരത്തിന് വേണ്ടി. ഒരു നിമിഷം നമ്മൾ അടുത്ത സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അതിനു മുമ്പാണ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രികാലം അകമേയുള്ള മനുഷ്യൻ അത് ശക്തീകരിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകമയുള്ള മനുഷ്യൻ ഏത് സാഹചര്യത്തിനകത്ത് നിലനിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അകമയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാതെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല മേഖലകളും ഞങ്ങൾ അധൈര്യപ്പെട്ടു പോയിട്ടുണ്ട്, പല മേഖലകളും ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ട്. ഈ രാത്രികാലം ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അകമയുള്ള മനുഷ്യൻ അത് കർത്താവേ സ്തോത്രം ഓരോ ദിവസവും അത് ബലപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അടുത്ത സെക്ഷനിൽ ദൈവാത്മാവ് കൃത്യമായിട്ട് ഞങ്ങളോട് ഇടപെടുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവനാമം മഹത്വം ഉയർന്നാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അകമേ ഇങ്ങനെ പറയാൻ പറ്റൂ, എൻ്റെ അകം സ്ട്രോങ് ആണെങ്കിൽ എൻ്റെ പുറവും സ്ട്രോങ് ആണ്. നമ്മളിന്ന് പുറമേയും സ്ട്രോങ് അല്ല, അകമേയും സ്ട്രോങ് അല്ല, അല്ലേ? പക്ഷെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുക, നമ്മുടെ അകത്തൊരു ശക്തി ഉണ്ട് കേട്ടോ. ആ ശക്തിയാ അത്യന്തം പരമായി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. ആ ശക്തിയാ ഒരു വ്യക്തിയെ മാറ്റുന്നത്, ആ ശക്തിയാ ഒരു പരിമിതിയെ മാറ്റുന്നത്. അതിനുശേഷമായിട്ട് അടുത്തൊരു ഭാഗത്തോട് നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലൂടെയുള്ള ബന്ധത്തിൽ ആ ഒരു കാര്യത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ക്രിസ്തു എവിടെ വസിക്കണ്ടേ? അമ്പലങ്ങളിലല്ല, പള്ളികളിലല്ല, നമ്മുടെ ഹൃദയത്തിൽ. എന്നോർത്ത് അമ്പലം എന്ന് പറഞ്ഞ ടെമ്പിള് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചുകളിൽ ക്രിസ്തു ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 15-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിച്ചു, 14-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിച്ചു പിതാവിൻ്റെ മുമ്പിൽ മുട്ട് മടക്കണം. അടുത്ത വാക്ക് നമ്മളെ പഠിപ്പിച്ചു, ആ 14-15 വാക്യം പഠിപ്പിച്ചു നമ്മൾ ദൈവത്തിൻ്റെ ഭവനത്തിലുള്ളവരാണ്. 16-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ അകമയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. അപ്പോൾ 17-ാമത്തെ വാക്യത്തിലൂടെ ഒന്ന് പറയുന്നൊരു കാര്യം ഇങ്ങനെയാ, എന്നാന്നറിയാമോ? അവൻ തൻ്റെ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് ആരാ പ്രിയമുള്ളവർ വസിക്കുന്നേ? ഇന്ന് ആരാ വസിക്കുന്നേ? അത് നമ്മൾ നമ്മളോട് ചോദിക്കണം. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? അത് നമ്മുടെ ചിന്തകളിൽ ക്രിസ്തു വസിക്കണം.
നമ്മുടെ അംബീഷൻസിൽ ക്രിസ്തു വസിക്കണം. നമ്മുടെ ഹാബിറ്റിൽ ക്രിസ്തു വസിക്കണം. നമ്മുടെ റിലേഷൻഷിപ്പിൽ, മറ്റുള്ളവരുടെ ബന്ധത്തിൽ, മറ്റുള്ളവരുടെ സംസാരത്തിൽ, മറ്റുള്ളവരുടെ ഇടപാടുകളിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. 17ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. കർത്താവ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ, അതോ ഒരു വിസിറ്ററായിട്ട് മാറിയിരിക്കുവാണോ? ഒരു വിസിറ്ററായിട്ട് ഇന്ന് കർത്താവിനെ നമ്മൾ മാറ്റിയേക്കുവാണോ? രോഗം വരുമ്പോൾ, പരീക്ഷ വരുമ്പോൾ, ഡിപ്രഷൻ വരുമ്പോൾ, കുറച്ച് ഭാരങ്ങൾ വരുമ്പോൾ കർത്താവിനെ ഒരു വിസിറ്റർ ആയിട്ടല്ല കാണേണ്ടത്. നമ്മുടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എല്ലാ സമയത്തും നമ്മൾ വസിപ്പിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. അതാണ് 17ാമത്തെ ആ വാക്യത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. നമ്മുടെ ഹൃദയത്തിനകത്ത് മറ്റു പല ചിന്തകൾ വസിക്കുമ്പോൾ ക്രിസ്തുവിനെ എങ്ങനെയാ വസിക്കുവാൻ സാധിക്കുന്നത്? നമ്മൾ ഇന്ന് രാത്രികാലം ആ ഒരു കാര്യത്തെ വളരെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്യുവൽ എന്ന് പറഞ്ഞാൽ, വസിക്കുക എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തലം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നൊരു ഫ്രീഡം ഉണ്ടാകണം. നമ്മൾ ഇന്ന് യേശുവിനെ നമ്മുടെ പല കാര്യങ്ങളും ഒരു ബ്രോക്കർ ആയിട്ടാണ് കാണുന്നത്, ഒരു മീഡിയേറ്റർ ആയിട്ടാണ് കാണുന്നത്. അല്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാത്രികാലം വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ സംസാരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാ? ക്രിസ്തു നമ്മുടെ ഒരു വിസിറ്റർ ആയിട്ട് മാറരുത്. ക്രിസ്തു ഒരു കേവലം ഒരു വിസിറ്റർ ആയിട്ട് മാത്രം മാറുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം 17ാമത്തെ വാക്യത്തിൽ അവൻ ഫസ്റ്റ് പാർട്ടി പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തു വസിക്കേണ്ടത്. അടുത്തൊരു ഭാഗം അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ സ്വതന്ത്രം ചെയ്യുന്നു. 17ാമത്തെ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം അവിടെ 2 കാര്യം പറയും. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ സ്നേഹത്തിൽ വേരൂന്നി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് റൂട്ടഡ്, വേരൂന്നുക. 2 അടിസ്ഥാനം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ വേരൂന്നുക എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഇമേജിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോറി, ഞാൻ ആ ഒരു ഭാഗത്തോട്ട് സുരഞ്ജു അല്പസമയത്തിന് ശേഷം അതിലൂടെ ഒന്ന് കണക്ട് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വേരൂന്നുക എന്ന് പറഞ്ഞാൽ അത് ആഴത്തിലുള്ളൊരു മേഖലയാണ്. വേരൂന്നുക എന്ന് പറഞ്ഞാൽ സുരഞ്ജു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്ന് ദൈവാത്മാവ് അവിടെ ഇടപെടുമ്പോൾ ആ വചനത്തിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ പ്രിയമുള്ളവരെ. സ്നേഹത്തിൽ വേരൂന്നണം. നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തിലാകണം. സ്നേഹത്താൽ നമുക്ക് ഈ ലോകത്തെ ഈ സ്നേഹത്താൽ നമുക്ക് സകലവിധ അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ആ 17ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? സ്നേഹത്തിൽ വേരൂന്നിയില്ലെങ്കിൽ നമുക്ക് അടിസ്ഥാനം ഉണ്ടാകത്തില്ല. നമുക്ക് ഇന്ന് ആ അടിസ്ഥാനം അത് ആഴത്തിലോട്ട് ഇറങ്ങണമെങ്കിൽ അത് സ്നേഹത്തിലായിരിക്കണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ചെയ്യുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിലായിരിക്കണം. അത് യോഹന്നാന്റെ സുവിശേഷം വളരെ സുന്ദരമായൊരു സുവിശേഷമായ യോഹന്നാൻ 3:16 പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചത് എന്തിനാ? നമുക്ക് ഓരോരുത്തരെയും മറുവിലയായിട്ട് ആ പുത്രനെ നൽകിയെങ്കിൽ അത് സ്നേഹത്തിലൂടെ കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്. 1 യോഹന്നാൻ 3:16 ഇതേ കാര്യത്തെ പറഞ്ഞ കാര്യമുണ്ട്. സ്നേഹിതന്മാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. കർത്താവായ യേശു ക്രിസ്തു ആ ഒരു കാര്യം നമുക്ക് വേണ്ടി ഇന്ന് കാണിച്ചു തന്നുവെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം. മറ്റുള്ളവരുടെ ഇടപാടുകളിൽ വലിയ മാറ്റം ഉണ്ടാകണം. അതാണ് ആ 2 വാക്കുകൾ അവിടെ എടുത്തെടുത്ത് പറയുന്നത്. 1 ഒരു വേര് ഊന്നണം, 2 ഒരു അടിസ്ഥാനം ഉണ്ടാകണം. ഈ 2 കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് നടക്കുന്നത്? മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ആ ഒരു കാര്യത്തെ ഒന്നുകൂടി സംസാരിക്കട്ടെ. 17ാമത്തെ വാക്യത്തിൽ പറയും, 1 ക്രിസ്തു നമ്മളിൽ വസിക്കണം. നമ്മുടെ എല്ലാ മേഖലയിലും ക്രിസ്തു വസിക്കണം.
നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ക്രിസ്തു വസിക്കണം. നമ്മൾ ചന്തയിൽ മാർക്കറ്റിങ്ങിൽ പോകുമ്പോൾ ക്രിസ്തു നമ്മളെ വസിക്കണം. രണ്ടാമത്തെ കാര്യം 17ാമത്തെ വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാ, നമുക്ക് റൂട്ടഡ് ആയിരിക്കണം, വേരൂന്നണം. അടുത്തൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. ഈ കാര്യങ്ങൾ മറന്നു പോകല്ലേ പ്രിയമുള്ളവരെ. പലപ്പോഴും ആ ഫൗണ്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 4-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിക്കും. ചില ഫൗണ്ടേഷനുകൾ, ചില അടിസ്ഥാനങ്ങൾ ഇളകിയത് കൊണ്ടാണ് ചിലതിനകത്ത് നമ്മൾ ഇന്ന് തകർന്നിരിക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാ, ആഴത്തിൽ നമുക്കൊരു അടിസ്ഥാനം ഉണ്ടാകണം. അത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ്, അത് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ജീവിതത്തിലാണ്. ആ ഒരു നിലവാരത്തിൽ വരുമ്പോഴാണ് 17ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ആ ഒരു കാര്യം 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. അവിടെ പറയുന്ന കാര്യം, അതിന്റെ വീതി, നീളം, ഉയരം, ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുമ്പോൾ അത് ഞാൻ അധികം ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. വീതി, മറ്റുള്ളവരെ നമ്മൾ എംബ്രേസ് ചെയ്യണം, മറ്റുള്ള ആളുകളെ നമ്മൾ സ്വീകരിക്കണം, മറ്റുള്ള ജനതകളെ നമ്മൾ അംഗീകരിക്കണം, മറ്റുള്ളവരോട് നമുക്ക് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകണം. അത് വൈഡ് ആകേണ്ടത്, അതിൻ്റെ ചെയ്യുന്നു വീതി എന്ന് പറയുന്നത് അത് വൈഡ് ആയിരിക്കണം. നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് നമ്മളിലോട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിലോട്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിക്കും, അതല്ല കേട്ടോ, അതിനപ്പുറമായിട്ട് ചില മേഖലകളിലോട്ട് നമ്മൾ വേരൂന്നണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കെല്ലാം നമ്മുടെ ഒരു ലോകമുണ്ട് അല്ലേ? നമ്മുടെ ലോകത്തിന്റെ പ്രത്യേകത, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കളും. എൻ്റെ പ്രിയമുള്ളവരെ, അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്. ആ ലോകത്തെക്കുറിച്ചൊരു ചിന്ത ഇന്ന് രാത്രികാലം നമുക്ക് ഉണ്ടാകണം. അവിടെ പറയുക, അതിൻ്റെ വീതിയും നീളവും എന്ന് പറഞ്ഞിട്ട് ആ വീതിയെക്കുറിച്ച് പറയുന്ന കാര്യം അതാ, മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കണം കേട്ടോ, മറ്റുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ആ നീളത്തെ ഇങ്ങനെ അദ്ദേഹം പറയുന്നത് ചെയ്യുന്നു, അത് നിത്യത വരെ എത്തുന്നതായിരിക്കണം. ഞാൻ ഈ ഒരു ഭാഗത്തിലൂടെ, ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തോട് വരുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിത്യത വരെ എത്തണം. പറയാൻ പറ്റുമോ? കർത്താവെ, അത് നിത്യത വരെ എത്തണം. കർത്താവിനെ ഞാൻ അറിഞ്ഞു, കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു, പക്ഷെ നിത്യതയിൽ ഞാൻ എത്തിയില്ല എങ്കിൽ, നിത്യതയിൽ ഞാൻ കണ്ടില്ല എങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്താ അർത്ഥമുള്ളത്? ഈ രാത്രികാലം ആ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ ഏതെങ്കിലും മേഖലയുടെ അകത്ത് നമ്മൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് ഇടപെടുക, തിരിച്ചു വരണം, നിത്യതയിലോട്ട് നമുക്ക് എത്തണം. അടുത്ത വാക്ക്, അതിൻ്റെ ഉയരം. ആ ഉയരം എന്ന് പറയുന്നത് നമ്മുടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാ. പ്രിയമുള്ളവരെ, ആ ഉയരം ഹൈ ഇനഫ് ടു റേസ് സിന്നേഴ്സ് ഇൻ ടു ഗോഡ്സ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ പാപിയിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിലോട്ട് എത്തുന്നത് ആ ഉയരം എന്ന് പറയുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, ഈ ഒരു ഭാഗം കുറച്ച് ഹാർഡായിരിക്കാം, നമ്മൾ പാപിയായിരിക്കാം കേട്ടോ, പക്ഷെ ദൈവസന്നിധിയിലോട്ട് എത്തണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ, ആ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ചെയ്യുന്നു ആ കർത്താവിൻ്റെ സന്നിധിയിലൂടെ നമുക്ക് എത്താൻ പറ്റണം. ചില സമയത്ത് നമ്മൾ ആഴത്തിലോട്ട് പോകേണ്ടതായിട്ട് വരും കേട്ടോ, ചില സമയത്ത് നമ്മൾ താഴ്ചകളിലോട്ട് പോകേണ്ടതായിട്ട് വരും കേട്ടോ, ചില സമയത്ത് ഏറ്റവും താഴെയുള്ള പാപിയെ തേടി നമ്മൾ പോകേണ്ടതായി വരും കേട്ടോ. പത്രോസിനോട് കർത്താവ് പറയുന്ന കാര്യം, ആഴത്തിലോട്ട് നീ വല ഇറക്കണം. എന്തിനാ? അനേക മീൻകൂട്ടം പിടിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്, അനേക പ്രിയമുള്ളവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ആഴത്തിലോട്ട് വല വീശുന്ന സമയത്ത് ഒരുപക്ഷെ ആദിവാസികളുടെ ഇടയിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും, ഒരുപക്ഷെ മറ്റ് ജാതികളിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും, ഒരുപക്ഷെ നമ്മുടെ പൊസിഷനേക്കാളും താഴെ ഇരിക്കുന്നവരിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും. ആഴത്തിലോട്ട് ഇന്നൊന്ന് വല വീശാൻ പറ്റുമോ? കർത്താവ് ആഗ്രഹിക്കുക നമ്മളിൽ നിന്ന്. നമ്മുടെ പൊസിഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഇതെല്ലാം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക, ഒന്ന് ആഴത്തിലോട്ടൊന്ന് വല വീശ. ഒരു കൂട്ടം ആളുകൾ അവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും അളക്കുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ആത്മീക ജീവിതത്തിനൊരു മാറ്റം വരുമ്പോഴാണ് അതിൻ്റെ നീളം, വീതി, ഉയരം, ആഴം ഇതിനൊക്കെ വ്യത്യാസം വരുന്നത്. മനുഷ്യരുമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ അളക്കാറുണ്ട്.
പക്ഷേ ദൈവാത്മാവ് നമ്മളെ സുരഞ്ജുന്നു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. സുരഞ്ജു അപ്പോസ്തലനായ പൗലോസ് സുരഞ്ജു പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാ പ്രിയമുള്ളവർ, എന്തെന്നറിയാമോ? അത് സുരം അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ചില സമയത്ത് വീതി കൂട്ടണം, ചില സമയത്ത് ആഴം കൂട്ടണം, ചില സമയത്ത് ഉയരം കൂട്ടണം. ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ അങ്ങനെയാണോ ഇരിക്കുന്നത്? ഞാനെന്ന് പറയുന്നൊരു വേൾഡിനകത്താണോ നമ്മൾ ഇരിക്കുന്നത്? ഞാനെന്ന് പറയുന്ന ഒരു ലോകത്തിനകത്താണോ ഇരിക്കുന്നത്? ഇന്ന് രാത്രിക്കാലം ഈ ക്ലാസ്സിൻ്റെ ഒരു കൺക്ലൂഡിങ് സെക്ഷനായിട്ട് ഞാൻ ആ ഒരു ഭാഗത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി നമുക്ക് സുരഞ്ജു വരുന്ന ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പ്രിയമുള്ളവരുടെ സൗകര്യം പോലെ. എന്തുവാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഞാൻ നിർത്തണമെങ്കിൽ എല്ലാവരും ടയേർഡാണെന്ന് തോന്നുന്നു. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മേഖലയാണ്. അതൊരു 10 മിനിറ്റ് കൂടെ ഞാൻ മുന്നോട്ട് പോകണോ, അത് ഇപ്പോൾ നിർത്തണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. കാരണം നമ്മുടെ ടൈമിനെ ഞാൻ മാനിക്കുന്നു. പറഞ്ഞാട്ടെ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് അത് കൺക്ലൂഡ് ചെയ്യാം. പറഞ്ഞു വന്ന കാര്യം പ്രിയമുള്ളവരെ, സുരഞ്ജു 15 തൊട്ട് സുരഞ്ജു 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവരാകണം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുവാനിടയായിത്തീരണം. അതിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും അത് വർദ്ധിക്കുവാൻ ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിലകത്ത് സുരഞ്ജു പലതും ഇല്ലാതെ കിടക്കുന്ന സാഹചര്യത്തിലാണ്. ഈ രാത്രിക്കാലം നമുക്കൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ്, എൻ്റെ ആഴത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ ആഴം. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ ഞാൻ വിശ്വസിക്കുന്നു. ചില അധൈര്യപ്പെട്ടിരിക്കുന്ന മേഖലകളകത്ത് വിശ്വാസം വർദ്ധിക്കണം. തകർന്നിരിക്കുന്ന മേഖലകളകത്ത് പ്രാർത്ഥന വർദ്ധിക്കണം. ചില ഉയരവും നീളവും ആഴവും ഒക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് വർദ്ധിക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു സമർപ്പണത്തോടെ നമുക്ക് ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിച്ചൊരു കാര്യം ഇങ്ങനെയാ പ്രിയമുള്ളവരെ, സ്വരം ജീവിതത്തിൻ്റെ അകത്ത് സ്വരം നമുക്കൊരു അധൈര്യം ഉണ്ടാകരുത്. സ്വരം ജീവിതത്തിനകത്ത് ചില വിഷയത്തിനകത്ത് നമുക്കൊരു ധൈര്യം ഉണ്ടാകണം. അതിനുശേഷമായിട്ട് നമ്മൾ ഇങ്ങനെ കാണുവാനിടയായിത്തീരുന്നു, ആ ക്രിസ്തുവിലുള്ള ധൈര്യം നിമിത്തമായിട്ട് സ്വരം നമ്മൾ വായിച്ചു വരുന്ന വാക്യം ഇങ്ങനെയാണ്. അവിടെ സ്വരം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ എന്ന് പറഞ്ഞു വന്ന താഴോട്ട് പറയുന്ന ഒരു കാര്യം 14ാമത്തെ വാക്യത്തിൽ സ്വരം ചെയ്യുന്നു, നമ്മളെ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ട് മടക്കണം. ഇന്ന് നമ്മുടെ കണ്ണുകളിൽ നടച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, അപ്പ, അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. അധൈര്യപ്പെട്ടു പോകുന്ന ഒത്തിരി മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഭാരപ്പെടുന്ന ഒത്തിരി തലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. എന്നാൽ അതിനകത്തു നിന്ന് ഇന്ന് രാത്രികാലം കർത്താവ് ക്രിസ്തുവെന്ന സുരഞ്ജു ആഴത്തിലോട്ട് ഇറങ്ങുവാൻ, ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു മേഖലയിലോട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കർത്താവ് ജീവിതത്തിനകത്ത് ആ ഭാരങ്ങളുടെ അകത്ത്, പ്രയാസങ്ങളുടെ അകത്ത്, ചോദ്യങ്ങളുടെ അകത്ത് കർത്താവ് ഉത്തരത്തെ അയക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ചില വിഷയങ്ങൾ ഞങ്ങളെ നിശബ്ദമാക്കുമ്പോൾ, ചില വിഷയങ്ങൾ ഞങ്ങളെ പുറകോട്ട് വലിക്കുമ്പോൾ, ചിലത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ പോലും ചോദ്യം ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. കൃപാസനത്തിലോട്ട് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ ഞങ്ങൾക്കൊരു പ്രവേശനം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഉറച്ച വിശ്വാസമാണ്. ആ ധൈര്യത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഒരു ടീമിനെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. വചനം കേട്ട പ്രിയമുള്ള ഒരു ദൈവങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അവസാന ഭാഗങ്ങളിൽ കുറച്ച് ഹാർഡായിരുന്നുവെങ്കിലും കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് അതൊരു ഡിസ്കറേജ്മെന്റ് ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവനാമം മഹത്വം ഉയരണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം നമ്മൾ പഠിച്ചൊരു കാര്യം, നമുക്കൊരു ആക്സസ് ഉണ്ട്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിലൂടെ നമുക്കൊരു ആക്സസ് ഉണ്ട്. അടുത്ത് വന്നിട്ടില്ല എങ്കിൽ ഈ രാത്രികാലം ഒന്നുകൂടെ ദൈവത്തിനോട് അടുത്ത് വരുവാൻ നമ്മുടെ ഹൃദയത്തെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. പാസ്റ്റർ ആശീർവാദം കൂടെ ഒന്ന്